പക്ഷെ അങ്ങനെ സുഗതന്റെ പട്ടാഭിഷേകം കഴിഞ്ഞു. ജയിലിൽ വെച്ച് ചരിത്രത്തിൽ ആദ്യമായി നടന്ന സത്യപ്രതിജ്ഞ. മേയർ അടക്കമുള്ള ചില ആളുകൾ പങ്കെടുത്തു, മാധ്യമങ്ങളും ഒക്കെ പങ്കെടുത്തു. ഭംഗിയായി അതങ്ങ് കഴിഞ്ഞു. BJP താഴെ ഇറക്കാൻ പല നീക്കങ്ങളും, പ്രത്യേകിച്ച് ഈ ചവറൊക്കെ കൊണ്ടിട്ട് ചവർ മാഫിയകൾ അടക്കം കോർപ്പറേഷനെ വളഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥ. 2 CPM പ്രവർത്തകർ അറസ്റ്റിലാകും എന്നൊക്കെ മേയർ തന്നെ പറയുന്നുണ്ട്. അത്രമാത്രം BJP താഴെ ഇറക്കാനുള്ള സകല നാണം കെട്ട കളികളും CPM അവിടെ കളിക്കുന്നുണ്ട്. കൂടെ UDF ഉണ്ട്. ഇനി എന്തായിരിക്കും മാഷെ മുന്നോട്ടുള്ള കാര്യങ്ങൾ? അല്ല, ഇനിയുള്ളത് ഒരു കാര്യം തീർച്ചയായിട്ടും BJP ചരിത്രം തന്നെയാണല്ലോ കുറിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ജയിക്കുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അവര് ഭരണത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അബദ്ധം കാണിക്കുന്നു. തീർച്ചയായിട്ടും അത് അബദ്ധമാണ്. പക്ഷേ ഇത്തരം അബദ്ധങ്ങൾ പുതിയതൊന്നുമല്ല. ചരിത്രത്തിൽ പലപ്പോഴും അബദ്ധങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അള്ളാഹുവിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് കോടതി കയറിയിട്ടുണ്ട്. അത് പിന്നീട് അള്ളാഹു ദൈവം തന്നെയാണ് എന്ന വിധിയിൽ വിധിച്ചു. ഒന്നുകിൽ ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ, ഇത് രണ്ടുമാണ്. ശ്രീനാരായണ ഗുരു അതുപോലെ കോടതി കയറിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞതിന് കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പുതിയതൊന്നുമല്ല. ഈ ഈശ്വരന്റെയും അള്ളാഹുവിന്റെയും നാമത്തിൽ നിന്ന് ഒരുമിച്ച് പണ്ട് മമതാ ബാനർജി ചൊല്ലിയിട്ടുണ്ട്. അതൊക്കെ കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഇതിപ്പോ ബലിദാനികളെ കൂടി ചേർത്ത് പറഞ്ഞു. ദൈവങ്ങളുടെയും എന്താ പറയാ, ഈശ്വരന്റെയും ബലിദാനികളുടെയും പേരിൽ നിന്നോ നാമത്തിൽ സത്യം. അപ്പോ ബലിദാനികളെ ഇപ്പൊ നമ്മുടെ കൺമുമ്പിൽ ജീവിച്ച മനുഷ്യരാണല്ലോ, അവരെ ആദരിക്കാം. പക്ഷെ അവരെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് വേറൊന്നുകൊണ്ടുമല്ല. ഭരണഘടനയിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ ദൈവത്തിന്റെ പേരിലായിരിക്കണം, അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ ആയിരിക്കണം. അപ്പോൾ അബദ്ധം കാണിച്ചു. അതിൽ എനിക്ക് തോന്നുന്നു ഒരു ശ്രദ്ധയില്ലായ്മ BJP നേതൃത്വം കാണിച്ചിട്ടുണ്ട്. അതും എല്ലാവരും അല്ല. 101 കൗൺസിലർമാരുണ്ടല്ലോ NDAക്ക്. 101 മൊത്തം കൗൺസിലർമാർ 51 പേരുണ്ട്. 51 പേരിൽ 20 പേരാണ് ഈ അബദ്ധം കാണിച്ചത്. ആ 20 പേരും കോടതിയിലെത്തി. സത്യപ്രതിജ്ഞ കോടതി റദ്ദാക്കി. ഉടനെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നു. അതും വിജയകരമായി ചെയ്തു. അപ്പോഴേക്കാണ് അവർക്കൊരു അവശകുനം പോലെ വന്നൊരു സാധനമാണ്. കൂട്ടത്തിൽ ഈ 51 പേരിൽ ഒരാൾ, അതും ഈ 20 പേരിൽ പെട്ട ഒരാൾ ജയിലിലായി. അത് നേരത്തെ ചെയ്ത കുറെ കേസുകളുണ്ട് അത്ര അയാളുടെ പേരിൽ. അയാൾ സ്ഥിരം കുറ്റവാളിയാണോ അതൊക്കെ ഇനിയിപ്പോൾ കോടതി പറയേണ്ട കുറേയേറെ കേസുകളുണ്ട്. അങ്ങനെ ഒരാളെ ഒരു പക്ഷേ പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ CPM പോലൊരു പാർട്ടിയോട് ഏറ്റുമുട്ടി കണ്ണൂർ പോലുള്ള പ്രദേശത്തൊക്കെ നമുക്കറിയാം, 2 കൂട്ടത്തിലും ഇത്തരം കേസുകൾ ഉണ്ടാവും ധാരാളം. അക്രമം കാണിച്ചതിൻ്റെ രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകളുടെ അറിയാലോ, അക്രമങ്ങളുടെ കൊലപാതകങ്ങളുടെ ഒക്കെ ചരിത്രമുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരാൾക്കെതിരെ ഇത്ര വലിയ മാരകമായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് 19ഓളം കേസുകളുണ്ട് അത്ര ഇദ്ദേഹത്തിന്റെ പേരിൽ, ഈ R സുഗതന്റെ പേരിൽ. അതിൽ ഒരു കേസ് കാപ്പ കേസാണ്. കാപ്പ കേസൊക്കെ ഗുരുതരമായ കുറ്റകൃത്യം ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ കേസുകളൊക്കെ എടുത്തത് പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്താണ്, ശിവൻകുട്ടിക്ക് വലിയ സ്വാധീനമുള്ള കാലത്താണ്. മാത്രമല്ല ആര്യ രാജേന്ദ്രനെ പോലെ ഒരാൾ മേയറായിരുന്ന കാലത്താണ്. അപ്പോൾ ആ കേസുകളൊക്കെ എത്രത്തോളം നിഷ്പക്ഷമാകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും കേസുണ്ട്. കേസെടുത്ത് കാപ്പ പ്രകാരം അറസ്റ്റിലായാൽ ബാക്കി എല്ലാ കേസുകൾക്കും ജാമ്യം കിട്ടി. സത്യപ്രതിജ്ഞയ്ക്ക് പോകാൻ വേണ്ടി ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടി. 2 ദിവസത്തെ, ഇപ്പോൾ ഇന്ന് വൈകുന്നേരം വിട്ട് നാളെ വൈകുന്നേരം കോടതി തിരിച്ച് ജയിലിൽ ചെന്നാൽ മതി. പക്ഷെ അതുപോലും കൊടുത്തില്ല കാപ്പ കേസിൽ. കാപ്പ കേസ് കൊടുക്കുക എളുപ്പമല്ല, കാരണം കാപ്പ അത്ര ഗുരുതരമായ വകുപ്പാണ്. അപ്പോൾ കാപ്പ കേസിൽ കോടതി വിധിച്ചു. ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണന്റെ വിധി, കാപ്പ കേസ് വളരെ ഗുരുതരമാണ്, നിങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യല്ലേ വേണ്ടു, അതൊരു ചടങ്ങ് മാത്രമാണല്ലോ, അത് നിങ്ങൾ ജയിലിൽ വെച്ച് ചെയ്തോളൂ എന്ന് അങ്ങനെ ഗവൺമെന്റ് സമ്മതിച്ചു, പെർമിഷൻ കൊടുത്തു. അങ്ങനെയാണ് ഇപ്പം ജയിലിൽ ചെയ്തത്. ഇനി നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണ്? VV രാജേഷിന് അപാരമായ ആത്മവിശ്വാസമുണ്ട്. അവിശ്വാസമൊന്നും ആരും കൊണ്ടുവരാൻ പോകുന്നില്ല. അവിശ്വാസം കൊണ്ടുവന്നാൽ എന്താ പ്രശ്നം? അവിശ്വാസം കൊണ്ടുവന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആകെയുള്ള അംഗങ്ങൾ 101. NDAയുടെ കൂടെ BJPക്ക് എത്രയുള്ളത്? 51. ആ 51 തന്നെ ഒരു സ്വതന്ത്രന് ഉൾപ്പെടെ 51. പാറ്റൂർ രാധാകൃഷ്ണൻ. അപ്പുറത്തുണ്ട് 50 പേരുണ്ട്. ആ 50 പേര് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു അവിശ്വാസം വന്നു കഴിഞ്ഞാൽ ഒരാൾ ജയിലിലായാൽ ഗുരുതരമാണ്. 51 ഒരാൾ ജയിലിലാണ്. 50-50 ആവും 50. അപ്പോൾ കാസ്റ്റിംഗ് വോട്ട് എനിക്ക് തോന്നുന്നു എത്രത്തോളം അവിശ്വാസത്തിന് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈക്വലാകും, നറുക്കെടുപ്പ് തുടങ്ങിയ സംഗതികളുണ്ട്. അപ്പോൾ അത്തരം ഭവിഷ്യത്തിലേക്ക് വരും. പക്ഷേ VV രാജേഷിന്റെ ആത്മവിശ്വാസം വളരെ ശരിയാണ്.
അവിശ്വാസം വരാൻ യാതൊരു സാധ്യതയുമില്ല. ഈ 5 കൊല്ലം, ഇനി 5 കൊല്ലത്തേക്ക് ഞങ്ങളുള്ള കാലത്ത് അവിശ്വാസം വരില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ അറിയോ? ഈ പ്രതിപക്ഷത്ത് 50 പേരുണ്ടല്ലോ, അതെങ്ങനെയാ 29 20 LDF UDF ചേർന്ന് ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ. അപ്പോ LDF 29, UDF 20, പിന്നെ ഒരു സ്വതന്ത്രൻ, അങ്ങനെയാണ് ഈ 50. ഈ 50ന്റെ സ്ഥിതി എന്താ? BJP ഗവൺമെന്റിനെതിരായി അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കണമെങ്കിലുള്ള നിയമം എന്താണെന്നറിയോ? ആ കൗൺസിലിൽ മൊത്തം എത്ര അംഗങ്ങളുണ്ടോ അതിന്റെ 1/3 അംഗങ്ങളെങ്കിലും ഒപ്പിടണം. 1/3 അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? 101 അംഗങ്ങളുള്ള കൗൺസിലിൽ 1/3 എന്ന് പറഞ്ഞാൽ 34 അംഗങ്ങൾ ഒപ്പിടണം. 34 LDFന്റെ കയ്യിലുമില്ല, UDFന്റെ കയ്യിലുമില്ല. പിന്നെ ഒരൊറ്റ വഴിയുള്ളൂ, ഇവർ രണ്ടും ഒന്നിക്കണം. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എങ്ങനെ അവർ ഒന്നിച്ചാൽ, എന്നിട്ട് BJPയെ പുറത്തിറക്കിയാൽ മൃഗീയമായ ഭൂരിപക്ഷത്തിന് BJP വീണ്ടും വരും. എന്താ അതിന്റെ അർത്ഥം? എന്താ കാരണം? BJPക്ക് എതിരാണ് ഈ 2 കൂട്ടരും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിൽ UDF പ്രസംഗിച്ചത് എന്താ? കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് എതിരാണ്, കേരളം ഭരിക്കുന്ന LDFനും എതിരാണ്. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF പ്രസംഗിച്ചത് എന്താ? കേന്ദ്രം ഭരിക്കുന്ന BJPക്കും എതിരാണ്, കേരളത്തിലെ UDFനും എതിരാണ്. ഇവർ ഈ ഒരു കോർപ്പറേഷനിൽ BJPയുടെ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി ഒന്നിച്ചാൽ പിന്നെ അവരെന്തിനു കൊള്ളും? അതുകൊണ്ട് ഒരിക്കലും അവർ ഒന്നിക്കാൻ പോകുന്നില്ല. ഒരു ശ്രമം നടത്തി നോക്കി. നമ്മുടെ ശബരിനാഥൻ എന്തോ ഒരു വിളി വന്നു, ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു വിളി. ഇപ്പൊ നല്ല സമയമാണ്. എപ്പോ BJP ഭരണസമിതിക്ക് എതിരായിട്ട് LDF അവിടെ സമരം നയിക്കുക. എപ്പോ എന്തിനായിരുന്നു അത്? ഇവനെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ആരെ? സുഗതനെ. എന്തിന് പുറത്താക്കണം? കോർപ്പറേഷൻ കൗൺസിലിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്തു. കോടതി തീരുമാനം എടുക്കുന്നതിന് മുമ്പ് കോടതി പറഞ്ഞു ഒരു ക്രിമിനൽ കേസ്, ഇപ്പോഴത്തെ നിയമം പാസ്സായിട്ടില്ല. ആ നിയമം വരുന്നതേ ഉള്ളൂ. പാർലമെന്റിന്റെ പരിഗണനയിൽ ഒരു ബില്ലുണ്ട്, അത് പാസ്സായിട്ടില്ല. എന്താ ബില്ല് എന്നറിയോ? ഒരു ക്രിമിനൽ കേസിൽ ഒരു ജനനേതാവ്, അത് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ആകട്ടെ, താഴോട്ട് വന്നിട്ടില്ല, മന്ത്രിമാർ ഒരു മാസം അറസ്റ്റിലായാൽ അവരുടെ പദവി, അവരുടെ അധികാര സ്ഥാനം നഷ്ടപ്പെടുമെന്നായിരുന്നു പ്രൈമറി ബില്ലുണ്ടായിരുന്നത്. ഇപ്പൊ JPCക്ക് വിട്ടപ്പോൾ തിരുത്തി, അവർ സസ്പെൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെ ജനപ്രതിനിധികളെ പുറത്താക്കാനുള്ള വകുപ്പൊന്നുമില്ല. ഒറ്റ വകുപ്പേ ഉള്ളൂ ഇനി വരാൻ പോകുന്നു. അപ്പൊ അതുകൊണ്ട് അവിശ്വാസ പ്രമേയം ഇന്നത്തെ സാഹചര്യത്തിൽ VV രാജേഷിന്റെ ഭരണസമിതിക്കെതിരായിട്ട് വരാൻ പോകുന്നില്ല. ആ ആത്മവിശ്വാസം ശരിയാണ്. പക്ഷെ ഒരു ചെറിയ അടുത്ത അപകടമുണ്ട്. ഇപ്പോഴും ഇവന് ജാമ്യം കിട്ടിയിട്ടില്ല. കാപ്പ കേസ് ആയതുകൊണ്ട് സത്യപ്രതിജ്ഞക്ക് പോലും ജാമ്യം കൊടുത്തിട്ടില്ല. സത്യപ്രതിജ്ഞക്ക് ജാമ്യം കൊടുക്കാത്തൊരു കോടതി കോർപ്പറേഷൻ കൗൺസിൽ മീറ്റിങ്ങിന് കൊടുക്കുമോ? ഇല്ല. ഇവൻ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നാണ്. എന്ന് 2026 ജൂൺ 14 ജൂലൈ 14. ഇന്നു മുതൽ 6 മാസത്തിനുള്ളിൽ വീണ്ടും 6 മാസത്തേക്കാണെന്നാണ് എൻ്റെ ധാരണ. സബ്ജക്റ്റ് കറക്ഷൻ എന്തെങ്കിലും മാറ്റമുണ്ടോ? എന്തായാലും കൗൺസിൽ യോഗത്തിൽ അനിശ്ചിതമായിട്ട് വരാതിരിക്കാൻ പാടില്ല. കൗൺസിൽ യോഗത്തിൽ അനിശ്ചിതമായി വരാതിരുന്നാൽ അയോഗ്യനാവും. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു പ്രതിസന്ധി അതിന് കാര്യമുണ്ട്. അടുത്ത 6 മാസത്തിനുള്ളിൽ ഇവന്റെ കേസിൽ ഇവന് ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ പറ്റണം. ഇല്ലെങ്കിൽ അത്തരം ഒരു പ്രശ്നം കൂടി അഭിമുഖീകരിക്കും. അപ്പോഴും കുഴപ്പമാണ്. സുഗതൻ വെറും ഒരു മെമ്പറല്ലാന്നേ, നിർണായക മെമ്പറാണ്. 51ാമത്തെ ആളാണ്. അത് മാത്രമല്ല, പക്ഷേ കൂടെ വാഴോട്ട് പോണ ഒരു വാർഡിന് മാത്രം അറിയാറുണ്ട് സുഗത എന്ന് കേരളം ഭയങ്കര ഫേമസ് ആയി. ലോകത്തുള്ള മലയാളികൾ മുഴുവൻ അറിഞ്ഞു സുഗതനെ. ഫ്രീ ആയിട്ടൊരു പ്രൊമോഷൻ കിട്ടി, നല്ല പ്രൊമോഷനാണ്, നല്ല പബ്ലിസിറ്റി കിട്ടി. പക്ഷേ കേസ് ഗംഭീരമായിട്ട് നടത്തിയിട്ട് അടുത്ത 6 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ട് ഈ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത് ഒപ്പിടാനുള്ള സൗകര്യം കിട്ടിയില്ലെങ്കിൽ, നഗരസഭാ കൗൺസിൽ യോഗത്തിന്റെ മിനിറ്റ്സ് അവിടെ കൊണ്ടുപോയി ഒപ്പിടിക്കാൻ പറ്റില്ല. കൗൺസിൽ യോഗത്തിൽ തന്നെ പങ്കെടുക്കണം. കാരണം ആ നാട്ടിലെ ആ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി പറയാനാണല്ലോ കൗൺസിൽ മീറ്റിംഗ്. അതിന് പങ്കെടുക്കാൻ പറ്റാതിരുന്നാലുള്ള അടുത്ത നിയമപ്രശ്നം എന്തായിരിക്കും എന്നുള്ളത് രാജേഷിന്റെ 6 മാസം വരെ പോകാം. അതിനുള്ളിൽ ജാമ്യം കിട്ടിയാൽ മതി. പക്ഷെ അപ്പോ എന്തായിരിക്കും എന്ന് സമീപിക്കാന്ന് എനിക്ക് അറിയില്ല. മേയർ പറയുന്നുണ്ട് കേരളത്തിൽ മാത്രമേ ഈ കാപ്പേ ഉള്ളൂ എന്ന്. അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നോട് നമ്മൾ പറയുന്നതും ശരിയല്ല, നമ്മളതിന് പറയാൻ ആളുമല്ല. ഞാൻ ഇപ്പൊ BJPയോട് പറയാ, ഇപ്പൊ BJP നേടിയ വിൻ ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പൊ BJP ചെയ്യേണ്ടത് കാപ്പ കേസിൽ അനിശ്ചിതമായി അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന ഒരു കൗൺസിലറെ BJP സ്വമേധയാ മുൻകൈ എടുത്ത് രാജിവെപ്പിക്കുക.
എന്നിട്ട് ആ വാർഡിൽ മറ്റൊരു BJP നേതാവിനെ മത്സരിപ്പിക്കുക. ഒമ്പിച്ച ഭൂരിപക്ഷത്തിനോട് ജയിച്ചു വരാൻ പറ്റും. ഇവരുടെ രാഷ്ട്രീയ പ്രതിസന്ധി നീങ്ങിക്കിട്ടും. അതാണ് മാർഗം. BJP അത് ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പറയാനൊന്നും നമ്മളെക്കാൾ ബുദ്ധിയും വിവരമുള്ള ആളുകളൊക്കെ ആ പാർട്ടിയിൽ ഉണ്ടാവും. അവർ യുക്തമായ തീരുമാനം എടുക്കുമായിരിക്കും തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.